നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സയൻ. ദിസ് ഈസ് ശ്യാം സുന്ദർ വിത്ത് യു. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം അധികം ആരും കൈകാര്യം ചെയ്തിട്ടില്ലാത്ത ഒരു സബ്ജക്റ്റാണ് അസ്ട്രോ ന്യൂമറോളജി. അപ്പോൾ അസ്ട്രോ ന്യൂമറോളജി എന്ന് പറയുന്നത് അസ്ട്രോളജിയും ന്യൂമറോളജിയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സബ്ജക്റ്റാണ് അസ്ട്രോ ന്യൂമറോളജി. അപ്പം 2026 ഓരോ വ്യക്തികൾക്കുമുള്ള ശുഭ അശുഭ ഫലങ്ങളെക്കുറിച്ച് ഞാൻ അസ്ട്രോ ന്യൂമറോളജി ഉപയോഗിച്ചാണ് ഇന്ന് പറയുന്നത്. കാരണം അസ്ട്രോളജി ഉപയോഗിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ശരിയായി ജനിച്ച സമയവും നാളും ഒന്നും അറിയത്തില്ലെങ്കിൽ അസ്ട്രോളജിക്ക് അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ ന്യൂമറോളജി ആകുമ്പോഴത്തേനും കറക്റ്റായ ഒരു ഡേറ്റ് അറിയത്തില്ല, ജനിച്ച തീയതി കറക്റ്റായി അറിയത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിലും ചില റിസൾട്ടിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ടാണ് അസ്ട്രോ ന്യൂമറോളജി ഉപയോഗിച്ച് 2026 ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകാൻ പോകുന്ന എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയതായിട്ട് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അസ്ട്രോ ന്യൂമറോളജി എന്ന് പറയുന്നത് വളരെ റെയറായിട്ടുള്ള സബ്ജക്റ്റാണ്. ലോകത്തിൽ തന്നെ അസ്ട്രോ ന്യൂമറോളജിയിൽ ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുള്ള വ്യക്തികൾ വളരെ കുറവാണ്. അതും ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 18 വർഷമായിട്ട് അസ്ട്രോളജിയിലും ന്യൂമറോളജിയിലും ഞാൻ നടത്തുന്ന സേവനങ്ങളെ കണക്കിലെടുത്തുകൊണ്ട്, അതുപോലെ തന്നെ ആണെങ്കിൽ ഞാൻ ഫ്രീ സർവീസ് ആയിരുന്നു. കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാനിത് ഫ്രീ സർവീസ് ആയിരുന്നു. എല്ലാവർക്കും ഞാൻ ഫ്രീ ആയിട്ടായിരുന്നു അസ്ട്രോളജി ന്യൂമറോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രഡിക്ഷൻസ് ചെയ്യുന്നതും സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുന്നതും. കഴിഞ്ഞ ഒരു വർഷമായിട്ട് മാത്രമാണ് ഞാനിത് ഒരു ഫീസ് ചാർജ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഫഷണൽ സൈഡായിട്ട്, ഒരു പാസീവ് ഇൻകമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ 18 വർഷമായിട്ട് ഞാൻ പുതിയതായി കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും, അതുപോലെ തന്നെ ഞാൻ സമൂഹത്തിന് പല നാഷണാലിറ്റിക്കും എൻ്റെ പ്രഡിക്ഷൻസ് കറക്റ്റ് ആയതുകൊണ്ടും, അതുപോലെ തന്നെ ഞാൻ ഈ പ്രവചനത്തിലൂടെ പല ആൾക്കാർക്കും പല ഗൈഡൻസും കൊടുത്തത് കൊണ്ടും, എൻ്റെ ആ ഒരു സ്കിൽസിനെ കണക്കിലെടുത്തുകൊണ്ട് ലോകത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി എൻ്റെ ഫയൽ ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഓണററി ഡോക്ടറേറ്റ് തരുന്നതിന് വേണ്ടി. അപ്പോൾ ആസ് സൂൺ ആസ് പോസിബിൾ എനിക്ക് ഡോക്ടറേറ്റ് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അവർ ഫയൽ ആക്സെപ്റ്റ് ചെയ്തു എന്നതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 2026 പ്രഡിക്ഷനാണ്. ഓരോ വ്യക്തികൾക്കും 2026 എന്ന് പറയുന്നത് എത്രമാത്രം ഫലപ്രദമായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ആദ്യമായിട്ട് അസ്ട്രോളജി എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോ, വ്യാഴത്തിനെയും പിന്നെ ശനിയുടെയൊക്കെ വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അസ്ട്രോളജി മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ മനസ്സിലായി കാണും. പക്ഷേ ന്യൂമറോളജി എന്ന് പറയുമ്പോൾ ലോകത്തിൽ വ്യത്യസ്തമായ തരത്തിലുള്ള ന്യൂമറോളജികൾ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അതിലെ പൈതഗോറിയൻ ന്യൂമറോളജി, കനേഡിയൻ ന്യൂമറോളജി, കപാല ന്യൂമറോളജി, തമിഴിയൻ അല്ലെങ്കിൽ ഇന്ത്യൻ ന്യൂമറോളജി, ചൈനീസ് ന്യൂമറോളജി, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ പല ന്യൂമറോളജിക്കൽ സിസ്റ്റവും നമ്മുടെ ലോകത്തിൽ നിലവിലുണ്ട്. പക്ഷേ ഇങ്ങനെ ഓരോ സിസ്റ്റത്തിലും അവ അപ്ലൈ ചെയ്യുന്ന രീതികളും വ്യത്യസ്തമാണ്. പക്ഷേ ലോകവ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ന്യൂമറോളജിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് പൈതഗോറിയൻ ന്യൂമറോളജിയാണ്. അപ്പം ന്യൂമറോളജിക്കലി പറയുകയാണെങ്കിൽ 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെ കണക്ട് ചെയ്തുകൊണ്ടാണ് ന്യൂമറോളജിക്കലി ഓരോ കാര്യങ്ങളും ആൾക്കാർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെ കണക്ട് ചെയ്തുകൊണ്ടാണ് ന്യൂമറോളജിക്കലി പ്രഡിക്ഷൻസ് നടത്തുന്നത്. അപ്പോൾ ഈ ന്യൂമറോളജിയെ അസ്ട്രോളജിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള പ്രഡിക്ഷൻസ് ആണ് 2026 ഞാൻ ചെയ്യുവാൻ പോകുന്നത്. അപ്പം ശരിക്കും അസ്ട്രോളജിക്കലി പറയുകയാണെങ്കിൽ 9 ഗ്രഹങ്ങളെയാണ് നമ്മൾ അസ്ട്രോളജിക്കലി പ്രഡിക്ഷൻസിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ന്യൂമറോളജി പറയുകയാണെങ്കിൽ 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെയാണ് നമ്മൾ ന്യൂമറോളജിക്കൽ പ്രഡിക്ഷൻസിന് വേണ്ടിയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ട് നമുക്ക് പിന്നെ ലക്കി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു വ്യക്തി ഇംഗ്ലീഷ് മാസത്തിൽ ജനിക്കുന്ന തീയതിക്കാണ് ലക്കി നമ്പർ എന്ന് പറയുന്നത്. അപ്പം 1-ാം തീയതി ജനിക്കുന്ന വ്യക്തി, 10-ാം തീയതി ജനിക്കുന്ന വ്യക്തി, 19-ാം തീയതി ജനിക്കുന്ന വ്യക്തി, ഇവരുടെയൊക്കെ ലക്കി നമ്പർ 1 ആയിരിക്കും. അപ്പം നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് 1 എന്ന തീയതിയിൽ, അതായത് 1-ാം തീയതി ഇംഗ്ലീഷ് മാസത്തിലെ, മലയാള മാസമല്ല, ഇംഗ്ലീഷ് മാസത്തിലെ 1-ാം തീയതി, 10-ാം തീയതി, 19-ാം തീയതി ജനിക്കുന്ന വ്യക്തികളുടെ ലക്കി നമ്പർ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ നമ്പർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ആ 1-ാം തീയതി ജനിച്ച ആ 1 നമ്പറായി വരുന്ന വ്യക്തികളുടെ 2026 ഫലം എന്താണെന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്.
അപ്പോൾ 2026 എന്ന് പറയുമ്പോൾ ഈ സംഖ്യകളെ നമ്മൾ ടോട്ടൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്പർ കിട്ടുന്നത് നമുക്ക് 1 കിട്ടുന്നത്. അതായത് 2 + 6 = 10. 0 കൺസിഡർ ചെയ്യത്തില്ല, 1 കിട്ടുന്നത്. അപ്പോൾ 2026 എന്ന് പറയുന്ന വർഷത്തിൻ്റെ നമ്പർ എന്ന് വെച്ചാൽ 1. 1 എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന സംഖ്യ ന്യൂമറോളജിക്കലി സൺ അല്ലെങ്കിൽ സൂര്യനെയാണ് കാണിക്കുന്നത്. ദ കിങ് ഓഫ് ദി സോളാർ സിസ്റ്റം, അതാണ് സൂര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ 2026 എന്ന് പറയുന്ന വർഷം സൂര്യൻ്റെ വർഷമാണ്. അതായത് സൂര്യൻ്റെ എനർജി കൂടുതലായി ലഭിക്കുന്ന വർഷമായ സൂര്യൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇത് ഒരു പുതിയ തുടക്കമായിരിക്കും എല്ലാ മേഖലകളിലും. അതായത് 9 എന്ന് പറയുന്ന ആ അഗ്രസീവായുള്ള ഒരു പീരീഡ് മാറിയിട്ട് 2026 എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും എല്ലാ ആൾക്കാർക്കും ഒരു തുടക്കമായിരിക്കും. അതായത് ഒരു രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാജ്യങ്ങൾ തമ്മിലാണെങ്കിൽ എന്തെങ്കിലും പിന്നെ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊക്കെ ഒരു പരിഹാരവും തീർപ്പും ഉണ്ടാകും രാജ്യങ്ങൾ തമ്മിൽ. അതുപോലെ ഭരണാധികാരികൾക്കാണെങ്കിൽ അവർക്ക് വളരെ അനായാസം തന്നെ അവർക്ക് ഭരണം കൺട്രോൾ ചെയ്യുവാനുള്ള ഒരു കപ്പാസിറ്റി കൈവരും. അവർ പറയുന്നത് ആൾക്കാരും അല്ലെങ്കിൽ അവരുടെ സബോർഡിനേറ്റ്സും കേൾക്കും. ഇതൊക്കെയാണ് ഒരു രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ടും പറയേണ്ട കാര്യങ്ങൾ. ഭരണാധികാരികൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളും ബാക്കിയുള്ള ആൾക്കാരും കേട്ടില്ലെങ്കിൽ അവിടെ തന്നെ ഭരണം തകർന്നില്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾ പറയുന്നത് അവരുടെ സബോർഡിനേറ്റ്സോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരോ അത് ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അതായത് ഭരണം നടത്തുവാൻ ആൾക്കാർക്ക് ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അത് കമ്പനിയാണെങ്കിലും രാജ്യമാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും. അതാണ് ആദ്യമായിട്ട് പറയേണ്ട കാര്യം. അതുപോലെ തന്നെ ആണെങ്കിൽ 1ൻ്റെ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അവർക്ക് ബിസിനസ് ചെയ്യുവാൻ സാധിക്കും. അതുപോലെ നല്ല പാർട്ട്നേഴ്സിനെ കിട്ടും. അത് കൂടാതാണെങ്കിൽ അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പല നേട്ടങ്ങളും ഉണ്ടാകും. 1, 10, 19 ഈ തീയതികളിൽ ജനിക്കുന്ന വ്യക്തികൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള പല നേട്ടങ്ങളും അവർക്കുണ്ടാകും. അപ്പോൾ 1 പറയുന്ന അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെന്താ പറയുന്നത്, പിന്നെ ജോലി കിട്ടാതിരിക്കുന്ന ആൾക്കാർക്ക് ജോലി ലഭിക്കുക. അതുപോലെ തന്നെ ആണെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈസി ആയിട്ട് അത് പിന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ആണെങ്കിൽ റിലേഷൻഷിപ്സ്, അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആരെങ്കിലും തമ്മിലാണെങ്കിൽ പിന്നെ വ്യക്തികൾ തമ്മിലോ സുഹൃത്തുക്കൾ തമ്മിലോ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ മാതാപിതാക്കൾ തമ്മിലോ അതല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള കമ്പനികളിലാണെങ്കിൽ ഓണേഴ്സും സ്റ്റാഫും തമ്മിലും ഒക്കെ മാനസികവും ഒക്കെ ആയിട്ടുള്ള എന്തെങ്കിലും സ്പർദ്ധകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും 1 എന്നുള്ള എനർജി കൊണ്ട് ഐക്യമായിട്ട് ഒത്തൊരുമയോടുകൂടി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും 2026. 2026 ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 2026 അകത്തിൽ വന്നിരിക്കുന്ന 2, 2, 1, 6. 2 എന്ന് പറയുന്നത് ന്യൂമറോളജിക്കലി 3നെ ചന്ദ്രനെ കാണിക്കുന്നതാണ്. അപ്പോൾ 2 ചന്ദ്രൻ, 6 എന്ന് പറയുന്നത് വീനസ് ആണ്, ശുക്രനാണ്. അപ്പോൾ 2 ചന്ദ്രൻ 1 ശുക്രൻ. ഈ മൂൺ അല്ലെങ്കിൽ ചന്ദ്രൻ എന്ന് പറയുന്നത് ഇൻഫ്ലോ ഓഫ് മണിയാണ്. അപ്പം ക്യാഷ് നമ്മളിലേക്ക് വന്നു ചേരും. 6 എന്ന് പറയുന്നതും ഇൻഫ്ലോ ഓഫ് മണിയാണ്, ക്യാഷ് നമ്മളിലേക്ക് വന്നു ചേരും. അപ്പം ചുരുക്കി പറഞ്ഞാൽ 1 എന്നുള്ള ലക്കി നമ്പറായിട്ട് വരുന്നത്, അതായത് 1, 10, 19 തീയതികളിൽ ജനിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഇൻഫ്ലോ ഓഫ് മണി ഉണ്ടാകും. അതായത് പൈസ അവരിലേക്ക് ധാരാളം വന്നു ചേരും. അതവർക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുവാനും സൂക്ഷിക്കുവാനും സമ്പാദിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും 2026 1, 10, 19 തീയതികളിൽ ജനിച്ച വ്യക്തികൾക്ക്. ഇത് നിങ്ങളുടെ ജനനത്തീയതി ഇംഗ്ലീഷ് മാസത്തിലെ ജനനത്തീയതി മാത്രം അറിയാവുന്ന വ്യക്തികൾക്കാണ് ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനിയും അസ്ട്രോളജിയും കൂടി വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അസ്ട്രോളജി മെയിനായിട്ട് വിശ്വസിക്കുന്നത് ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അസ്ട്രോളജിയും കൂടി വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അസ്ട്രോളജിക്കലി ഇതിനെ കൺവേർട്ട് ചെയ്ത് പറയുമ്പോൾ അതാണ് നമ്മുടെ സബ്ജക്റ്റ് തന്നെ, അസ്ട്രോന്യൂമറോളജി. 1 എന്ന് പറയുന്ന ഗ്രഹത്തിന് സപ്പോർട്ടീവായിട്ടുള്ള ഏതെങ്കിലും പ്ലാനറ്റ്സിൻ്റെ മഹാദശയിലോ അന്തർദശയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് 1 വളരെയേറെ സപ്പോർട്ട് ചെയ്യും. ആ 1 അവരുടെ ആ ഒരു ഗ്രഹത്തിനെ എക്സ്പാൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പം 1ന് വളരെയേറെ ഫ്രണ്ട്ഷിപ്പ് പുലർത്തുന്ന മറ്റ് പ്ലാനറ്റ്സാണ് 1 പറയുന്ന, 1 വെച്ചാൽ സണ്ണാണ്. സണ്ണിന് ഫ്രണ്ട്ഷിപ്പുള്ള മറ്റ് പ്ലാനറ്റ്സാണ് മൂൺ, ജൂപ്പിറ്റർ, മാർസ് ആൻഡ് ഓൾസോ രാഹു. അപ്പം സൂര്യന് കൂടുതലായി കണക്ഷൻസ് ഉള്ള ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴത്തിൻ്റെ പീരീഡ്, അതുപോലെ തന്നെ ചന്ദ്രൻ്റെ പീരീഡ്, ചൊവ്വയുടെ പീരീഡ്, രാഹുവിൻ്റെ പീരീഡ്, ഇത്രയും
കാലഘട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ മഹാദശയിലൂടെയോ അന്തർദശയിലൂടെയോ കടന്നു പോകുന്ന ഒരു 1-ാം നമ്പറുകാരനോ 10-ാം നമ്പറുകാരനോ 19-ാം നമ്പറുകാരനോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മുമ്പ് പറഞ്ഞ എല്ലാ ഫലങ്ങളും അവർക്ക് അച്ചിട്ടപാടും കിട്ടിയിരിക്കും. ഇതാണ് നമ്മുടെ അസ്ട്രോളജിക്കൽ ന്യൂമറോളജിക്കൽ കൺവേർഷൻ എന്ന് പറയുന്നത്. ആദ്യം ന്യൂമറോളജി ഡേറ്റ് അറിയാവുന്നവർക്ക് മാത്രമുള്ള ഫലങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിനെ ഇനിയും അസ്ട്രോളജി, അതായത് അസ്ട്രോളജിയും കൂടി വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നാളും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നും നോക്കാൻ പോകണ്ട. നിങ്ങൾ ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ നമ്പർ മാത്രം ചെക്ക് ചെയ്യുക. നിങ്ങളുടെ നമ്പർ 1, 10, 19 ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പ്ലാനറ്റ്സുകൾ, അതായത് ചന്ദ്രനും പിന്നെ ജൂപ്പിറ്റർ, പിന്നെ വ്യാഴം, അതുപോലെ തന്നെ മാർസ്, ചൊവ്വ, അതുപോലെ തന്നെ രാഹു, ഈ 4 പ്ലാനറ്റ്സും നിങ്ങളെ 2026 സപ്പോർട്ട് ചെയ്യും. കാരണം വെച്ചാൽ നിങ്ങളുടെ മഹാദശയോ അന്തർദശയിലൂടെ കടന്നു പോകുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കും. ബിസിനസ് പാർട്ട്നേഴ്സിനെ കിട്ടാത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പാർട്ട്നേഴ്സിനെ കിട്ടും. അതുപോലെ തന്നെ ആണെങ്കിൽ കസ്റ്റമേഴ്സ് ഇല്ലാതെ വിഷമിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രീമിയം കസ്റ്റമേഴ്സിനെ ലഭിക്കും. അതുപോലെ തന്നെ ആണെങ്കിൽ റിലേഷൻഷിപ്സിൽ എന്തെങ്കിലും പ്രശ്നമുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിലേഷൻഷിപ്സ് അവർക്കുണ്ടാകും. അതുപോലെ തന്നെ ആണെങ്കിൽ ലവ് അഫെയറോ മറ്റു കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളായിട്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള വ്യക്തികളെ അവരുടെ ലൈഫിലേക്ക് വന്നു ചേരും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അനുകൂലമായിട്ടുള്ള വിവാഹ ആലോചന വന്നു ചേരും. അങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും 1, 10, 19 എന്ന് പറയുന്ന ഇംഗ്ലീഷ് മാസത്തിൽ ജനിച്ച വ്യക്തികൾക്ക് സർവ്വ ഭാഗ്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നാണ് 1-ാം നമ്പർ ലക്കി നമ്പറായിട്ട് വരുന്ന ആൾക്കാരെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ 1-ാം നമ്പർ ലക്കി നമ്പർ എന്ന് പറയുമ്പോൾ 1-ാം തീയതി, 10-ാം തീയതി, 19-ാം തീയതി ജനിക്കുന്ന വ്യക്തികൾക്ക് ന്യൂമറോളജിക്കലി ദെയർ ലക്കി നമ്പർ വിൽ ബി 1. ഓക്കെ, ഇതാണ് 1 നമ്പറിനെ കുറിച്ചും ആ നമ്പറുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന അസ്ട്രോളജിക്കൽ പ്രഡിക്ഷനും 2026 ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ 2026 ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുകയാണ്. തീർച്ചയായിട്ടും പറയണം, ഓക്കെ ഇന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നടന്നില്ലെങ്കിൽ അതും കൂടെ പറയുക. കാരണം ഞാൻ ഓട്ടോമാറ്റിക്കലി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പം എൻ്റെ 18 വർഷമായിട്ടുള്ള ഈ ഒരു എന്താ പറയുക അസ്ട്രോ ന്യൂമറോളജിക്കൽ റിസർച്ചിൻ്റെ ആ കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്താണ് ലോകത്തിലെ ഒരു പ്രമുഖ യൂണിവേഴ്സിറ്റി എനിക്ക് ഓണററി ഡോക്ടറേറ്റ് തരാം എന്ന് പറഞ്ഞ ഫയൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. എങ്കിൽ പോലും എൻ്റെ റിസർച്ച് അവസാനിക്കുന്നില്ല. കാരണം ഈ വിഷയങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ജീവിതകാലം മൊത്തവും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും 2026 ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. ഇപ്പം 2026 എന്ന് പറയുമ്പോൾ ജനുവരിയിൽ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ അത് 2-3 മാസം കൂടുതലായിട്ട് എടുത്തേക്കാം. ബട്ട് ഇറ്റ് വിൽ ഹാപ്പൻ ത്രൂ മൈ എക്സ്പീരിയൻസ്. ഇതാണ് 1-ാം നമ്പറുകാരെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്.